കരുനാഗപ്പള്ളിയിൽ ലോക്കൽ സമ്മേളനത്തിൽ കയ്യാങ്കളി. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റുവെന്ന് പരാതി. ജില്ലയിലെ ഒരു മുതിർന്ന നേതാവിനെതിരായ സാമ്പത്തിക ആരോപണത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. കണ്ണൻ നായർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ഈ മർദ്ദനത്തിന് പിന്നിലെ കാരണം എന്താണ്? ആര്യ, CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയാണ് കൊല്ലം. ആ ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലേരി ഭാഗത്തെ ലോക്കൽ സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള കയ്യാങ്കളി ഉണ്ടായി എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവിടെ ലോക്കൽ സമ്മേളനം നടന്നത്. ആ സമയത്ത് സ്വാഭാവികമായും DYFIയുടെ മേഖലാ സെക്രട്ടറി, അതുപോലെ തന്നെ DYFI വനിതാ കമ്മിറ്റിയുടെ സെക്രട്ടറി, ഇവർ ഈ പാനലിൽ ഉൾപ്പെടേണ്ടതാണ്. എന്നാൽ അവരെ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. അതിനെ തുടർന്ന് മത്സരിക്കാൻ വേണ്ടി 3 പേർ രംഗത്തേക്ക് വന്നു. മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള ഷാഹിർ, അതുപോലെ തന്നെ മേഖലാ പ്രസിഡന്റ് രഞ്ജിത്ത്, ഇപ്പോഴത്തെ നിലവിലെ സെക്രട്ടറി ആയിട്ടുള്ള വിക്രമൻ എന്നീ ആൾക്കാർ മത്സരിക്കാനായി എത്തി. ആ സമയത്ത് ഏരിയ കമ്മിറ്റിയിലെ മുതിർന്ന അംഗങ്ങൾ ഇടപെട്ട് തർക്കമുണ്ടാകുകയും അതിനുശേഷം കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കുകയുണ്ടായി. ചർച്ച നടക്കുന്ന സമയത്ത് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ജില്ലയിലെ ഒരു മുതിർന്ന നേതാവിനെതിരായിട്ടുള്ള സാമ്പത്തിക ആരോപണ വിഷയങ്ങൾ ചർച്ചയായിരുന്നു. അതിന്മേൽ വലിയ വാക്കേറ്റവും തർക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഇടപെടുകയും അതിനുശേഷം കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും കരുനാഗപ്പള്ളി നേരത്തെ മുതൽ CPM-ൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇവിടെ ലോക്കൽ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ കടുത്ത വിഭാഗീയതയും കയ്യാങ്കളിയിലേക്ക് പോയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇനി ഏരിയ സമ്മേളനങ്ങളുടെ നടക്കാൻ പോകുന്ന കാലഘട്ടമാണ്. ആ സമയത്തും കൂടുതൽ തർക്കങ്ങളിലേക്ക് കരുനാഗപ്പള്ളിയിലെ പാർട്ടി പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു ഫെബ്രുവരിയിൽ. അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ കടുത്ത വിഭാഗീയത കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളിയിൽ അരങ്ങേറുകയാണ്. ശരി.